ഈ കാണുന്നത് ആക്ച്വലി ഒരു ഫോണിൻ്റെ ക്യാമറ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലൈറ്റിന് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമേജ് ജനറേറ്റർ അല്ലെങ്കിൽ ഒരു ഇമേജ് മാനിപ്പുലേറ്റർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിംഗർ നെയിലിൻ്റെ, അതായത് നിങ്ങളുടെ നഖത്തിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു സെൻസറിൻ്റെ അകത്തേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നു. ആ ലൈറ്റ് സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ആയിട്ടുള്ളതും സാച്ചുറേഷൻ ഇല്ലാത്തതും കളേഴ്സ് ഇല്ലാത്തതും കാണാൻ 5 പൈസയ്ക്ക് കൊള്ളൂലാത്ത ഒരു ഇമേജ് ആയിരിക്കും. ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പ്രോസസ്സിങ് യൂണിറ്റുകൾ പ്രോസസ്സ് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ പിക്ചറായിട്ട് മാറ്റിത്തരും. ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സിറ്റുവേഷനിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കായൽ കണ്ടു, ആ കായൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി, നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ റിയാലിറ്റീനെ ക്യാപ്ചർ ചെയ്തല്ല നിങ്ങളുടെ ഫോണ് തരുന്നത്. നിങ്ങളുടെ ഫോണ് ആ ഒരു റിയാലിറ്റീനെ ആ ഫോണിന് വേണ്ട രീതിയിൽ, ആ ഫോണിൻ്റെ അടുത്ത് പഠിപ്പിച്ചു കൊടുത്ത രീതിയിൽ റീജനറേറ്റ് ചെയ്യാണ് ചെയ്യണേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോണുകൾ എടുക്കുന്ന റിയൽ ഇമേജുകൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് പ്രോസസ്സ് ചെയ്യാത്ത ഇമേജുകൾ നോക്കിക്കഴിഞ്ഞാൽ 10 പൈസയ്ക്ക് കൊള്ളൂലാത്തതായിരിക്കും. ഈ ഫോണുകൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിസിക്സ് ആണ്. കാരണം ഒരു വലിയൊരു ക്യാമറ, ഒരു DSLR ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതിൻ്റെ അകത്തേക്ക് ഒരുപാട് ലൈറ്റ് കയറും. ഒരു ഫോണിൻ്റെ സെൻസർ എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര ഇരിക്കുന്ന സെൻസറാണ്, അതിൻ്റെ അകത്തേക്ക് കുറച്ച് ലൈറ്റ് മാത്രമേ കയറുള്ളൂ. വളരെ കുറച്ച് ലൈറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന എന്താണ്? നോയ്സ് കൂടും, ഡൈനാമിക് റേഞ്ച് കാണൂല, കളേഴ്സ് കാണൂല, ഡീറ്റെയിൽസ് കാണൂല, ഒന്നും കാണൂല. ഒരു DSLR പോലെയുള്ള വലിയ ക്യാമറയ്ക്ക് ഫിസിക്സിനെ റിലേ ചെയ്ത് ലൈറ്റിനെ അതിൻ്റെ അകത്തേക്ക് എടുത്ത് നല്ലപോലെ പിക്ചർ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ ഫോണിന് അങ്ങനെ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഫോണ് ചീറ്റ് ചെയ്യുന്നത് ടെക്നിക്കലി. നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഒരു ഫോട്ടോ അല്ല എടുക്കുന്നത്, ആക്ച്വലി മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഡാർക്കർ ആയിട്ടുള്ളൊരു വേർഷൻ കാണും, ബ്രൈറ്റർ ആയിട്ടുള്ളൊരു വേർഷൻ കാണും, ന്യൂട്രൽ ആയിട്ടുള്ളൊരു വേർഷൻ കാണും, ഭയങ്കര സാച്ചുറേഷൻ കൂടിയൊരു വേർഷൻ കാണും. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഇതിൻ്റെ അകത്തുനിന്നുള്ള ഡേറ്റാസ് മൊത്തം എടുത്തിട്ടാണ് ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ഇതിനെയാണ് HDR സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഈ HDR സ്റ്റാക്കിംഗ് എല്ലാ ഫോണിൻ്റെ അകത്തും ഉണ്ട്. ഇത് എത്രത്തോളം നല്ലതാണോ അതിനനുസരിച്ച് നമ്മുടെ ഫോണിൻ്റെ അകത്ത് എടുക്കുന്ന ഫോട്ടോസിൻ്റെ ഡൈനാമിക് റേഞ്ചും ഡീറ്റെയിൽസ് എല്ലാം ഭയങ്കര നല്ലതായിരിക്കും. ചില സിറ്റുവേഷൻ ഉണ്ട്, നട്ടുച്ചയ്ക്ക്, അതായത് 12 മണി സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ പുറത്തേക്ക് ഒരു ക്യാമറ, അതായത് ഡിജിറ്റൽ ക്യാമറയായിട്ടും ഒരു ഫോണുമായിട്ട് പോകുന്നു. നിങ്ങൾ ഡിജിറ്റൽ ക്യാമറ ഓൺ ആക്കി നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ സൂര്യപ്രകാശം കാരണം ഫുള്ളി ബ്ലോൺ ഔട്ട് ആയി പോകും. കാരണം ഒരുപാട് ലൈറ്റ് വന്ന് ആ സെൻസറിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ND ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ക്യാമറയ്ക്കകത്തുള്ള ഷട്ടേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറേ സെറ്റിങ്സ് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആകാശം ഭയങ്കര വെളുത്തും ഇരിക്കും, ആൾ ഭയങ്കര കറുത്ത് ഒരു ഷാഡോ പോലെയൊക്കെ ഇരിക്കും. എന്നാൽ ഇതേ സിറ്റുവേഷനിൽ എടുത്ത ഫോണിൻ്റെ അകത്തുള്ള ഫോട്ടോ നോക്കിയാലോ, അത് ആകാശം ഭയങ്കര നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആ ആളുടെ ഫേസൊക്കെ ഭയങ്കര ബ്രൈറ്റർ ആയിരിക്കും, ഡാർക്ക് ആയിരിക്കില്ല, വെൽ ലിറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പിക്ചറായിരിക്കും. ഒരു ഫോട്ടോയ്ക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് അതിൻ്റെ കളേഴ്സാണ് അല്ലേ. പക്ഷേ നമ്മുടെ ഫോണ് കളേഴ്സ് ക്യാപ്ചർ ചെയ്യുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഒരു സീനിൽ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ഞാനൊരു റെഡ് കളർ ടീഷർട്ട് ഇട്ടിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡാർക്ക് ബ്ലൂ കളർ ടീഷർട്ട്. ഈ ഒരു കളറിന് റിയൽ ലൈഫിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ഹെക്സ് കോഡ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഫോണിൻ്റെ അകത്തുള്ള ഫോട്ടോയുടെ കളറിൻ്റെ ഹെക്സ് കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺസിൻ്റെ പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര വാമായിരിക്കും, സിനിമാറ്റിക് ടോൺ എപ്പോഴും കാണും. സാംസങ് ആണെങ്കിൽ ഭയങ്കര സാച്ചുറേഷൻ കൂടുതലുമായിരിക്കും, ഒരു പങ്ക്ചൻറ്റ് ഫീൽ ആയിരിക്കും. ഇനി പിക്സൽ നോക്കിക്കഴിഞ്ഞാലോ ഭയങ്കര നാച്ചുറൽ ടോൺ കിട്ടും. പിക്സലിൽ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, റിയൽ ലൈഫിൽ കുറച്ച് സാച്ചുറേഷൻ കൂടി അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റർ ആയിട്ടുള്ള ഗ്രീൻസൊക്കെ പിക്സലിൽ വരുമ്പോൾ കുറച്ചൊന്ന് ഡള്ളാവും ഒരു പൊടിക്ക്. കാരണം അതൊരു നാച്ചുറൽ ഫീൽ എപ്പോഴും കീപ്പ് ചെയ്യും. ഇതേപോലെ തന്നെയാണ് പണ്ട് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിരുന്ന കുറച്ച് ഫോണുകളുണ്ടായിരുന്നു, OnePlus 5T ഒക്കെ. OnePlus 5T എടുത്ത ഫോട്ടോസിൻ്റെ ക്വാളിറ്റി അത് എത്ര പേർക്ക് ഇന്ന് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഇപ്പോൾ OnePlus ഒക്കെ ലോഞ്ച് ചെയ്ത സമയത്ത് ആ ഫോണിനെയൊക്കെ ഫോളോ ചെയ്തവർക്കറിയാം. എൻ്റെ ഡ്രീം ഫോണായിരുന്നു OnePlus 5T. എഗെയിൻ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഒരു സോഫ്റ്റ്വെയർ ഇതിനെ പ്രോസസ്സ് ചെയ്യുമെന്ന്. ആ സോഫ്റ്റ്വെയർ പ്രോസസ്സിങ് എത്രത്തോളം നല്ലതാണോ അതിനനുസരിച്ച് ഫോട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മുടെ ഫേസിൻ്റെ ടെക്സ്ചറൊക്കെ പോയിട്ട് ഒരുമാതിരി വെളുത്ത് വിളറിയൊക്കെ ഇരുന്ന് പോകുന്നത്. കാരണം ആ ഫോണിന് ആക്ച്വലി ആ സീൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പൊതുവേ നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഭയങ്കര സ്മാർട്ടാണ്. അതിപ്പോൾ ഓരോ സീനുകളിൽ ഡിറ്റക്ട് ചെയ്യും. ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ലാൻഡ്സ്കേപ്പ്, ഫുഡ് ആണെങ്കിൽ ഫുഡ്, അല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്, ഓരോന്നിനും ഓരോ ഇമേജ് പ്രോസസ്സിങ് ആയിരിക്കും അത് യൂട്ടിലൈസ് ചെയ്യുക.
ഇപ്പോൾ ഫുഡുകൾ പൊതുവേ ഭയങ്കര ഷാർപ്പനായിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര കളർഫുൾ ആയിരിക്കും. കാരണം സാച്ചുറേഷനും കോൺട്രാസ്റ്റും ടെക്സ്ചറും കൂട്ടും. ഇപ്പോൾ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ടെക്സ്ചേഴ്സ് കുറച്ച് സ്മൂത്ത് ആക്കും, കാരണം മുഖത്ത് കുരുക്കളുണ്ടെങ്കിൽ കാണാതിരിക്കാൻ. ഞാൻ ഈ പറഞ്ഞിരുന്ന സമയത്ത് ഒരുപാട് പ്രോസസ്സുകളായിട്ട് തോന്നുമെങ്കിലും ഇതെല്ലാം 1 മില്ലി സെക്കൻഡ്സിന് താഴെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതായത് ഒരു ഹ്യൂമൻ ഐക്കോ അല്ലെങ്കിൽ ഹ്യൂമൻ ബ്രെയിനോ ആ ഒരു പ്രോസസ്സ് എടുക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്യാനോ ഫീൽ ചെയ്യാനോ പറ്റില്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഫോൺ ഉപയോഗിച്ചെടുക്കുന്ന ഒരു ഫോട്ടോ റിയാലിറ്റിയുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇത് ആക്ച്വലി ഞാൻ ഒരു രീതിയിൽ ബാഷ് ചെയ്യുന്നതല്ല കേട്ടോ ഒരു ബ്രാൻഡിനെയും. എനിക്ക് സ്മാർട്ട് ഫോണിൽ എടുക്കുന്ന ഫോട്ടോസും ഇഷ്ടമാണ്, ഇപ്പോൾ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസും ഇഷ്ടമാണ്, ഒരു ഫിലിം ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസും ഇഷ്ടമാണ്. ഇത് നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോന്നും റിലയബിളാണ്. നമുക്ക് 1 കിലോ ഉള്ള ഒരു ക്യാമറയും കൊണ്ട് എപ്പോഴും എല്ലായിടത്തും പോകാൻ പറ്റില്ല. ആ സമയത്ത് നമുക്കൊരു ഫോണാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് കംഫർട്ടബിളാണ്, പോർട്ടബിളാണ്. എന്നാൽ ചില സമയത്ത് നമ്മുടെ രീതിക്ക് ഇപ്പോൾ ഒരു ഡിജിറ്റൽ ക്യാമറ എന്തുകൊണ്ട് ഏറ്റവും ബെറ്റർ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഫോട്ടോഗ്രാഫറിന് എങ്ങനെയാണോ ആ റിയാലിറ്റി നാട്ടുകാരെ കാണിക്കേണ്ടത് ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഫുൾ കൺട്രോൾ നമുക്കായിരിക്കും. എന്നാൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾ 2 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ഒരു ക്യാമറ എന്ന ഫീച്ചർ ആ ഫോണിനുണ്ട് എന്ന് കരുതിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ലൈക്ക് എങ്ങനെയൊക്കെ നിങ്ങൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും അത് ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു വേർഷൻ ഓഫ് പിക്ചർ ആയിരിക്കും തരിക. ഇത് ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുമായിരിക്കും. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ബിഹൈൻഡ് യുവർ സ്മാർട്ട് ഫോൺ ക്യാമറ. ലൈക്ക് ടെക്നിക്കലി പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പക്ക കള്ളം പറയുക, മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സാധനങ്ങൾ റീജനറേറ്റ് ചെയ്ത് തരുക. പക്ഷേ ആ റീജനറേറ്റ് ചെയ്ത് തരുന്നതാണ് നമുക്കിഷ്ടം. ഐഫോണിൽ എടുക്കുന്ന ഒരു ഫോട്ടോ എന്തുകൊണ്ട് നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഐഫോണിൽ ചുമ്മാ പോയി ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്ത് രസമാണ്. ആ ഒരു പ്രോസസ്സിങ് നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. സോ ടെക്നിക്കലി ബ്രാൻഡുകൾ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ എസ്തെറ്റിക് ഒരു എഡിറ്റിംഗ് പ്രീസെറ്റുകളുണ്ട്. യെസ് അപ്പോൾ ആ പ്രീസെറ്റുകളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. സാംസങ് ഇഷ്ടപ്പെടുന്നവർക്ക് സാംസങ്ങിൻ്റെ പ്രീസെറ്റാണ് ഇഷ്ടം, ഐഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഐഫോണിൻ്റെ പ്രീസെറ്റാണ് ഇഷ്ടം. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്യാലോ, വീഡിയോ എടുക്കാനെന്ന പേരിൽ ആൻഡ്രോയിഡ് ഫോണോ അതിന് കൊമ്പത്തുള്ള ഫോണ്, ഇനി സാംസങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഫോണായാവട്ടെ, ഏതെടുത്തിട്ടും കാര്യമില്ല. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷനായിട്ട് പറയുവാണ്. നിങ്ങൾക്ക് വീഡിയോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഐഫോണിനെ വെല്ലാൻ വേറെ ഫോണില്ല. ആ ഐഫോണിൻ്റെ വീഡിയോ ക്യാപ്ചറിങ് കേപ്പബിലിറ്റിക്ക് അതിൻ്റേതായിട്ടുള്ള പൊട്ടൻഷ്യലുണ്ട്. സോ ഞാൻ ഈ ഇടയ്ക്ക് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ്. അയാൾ 1,12,000 രൂപ കൊടുത്തിട്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൻഡ്രോയിഡ് ക്യാമറ എടുക്കുന്നു. നോട്ട് ഗുഡ് ചോയ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ എനിക്കിത് ഇങ്ങനെ മനസ്സിൽ വന്നു. അപ്പോൾ ഇത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണല്ലോ ഈ ചാനലിൻ്റെ ഉദ്ദേശം. അപ്പോൾ just let me know what you think. Comment sections are open. Please do take care of it. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. Bye.